ഹലോ എവരിവൺ, ഗുഡൻ ടാഗ്. ഹൈസെ അനിറ്റ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് പൊസസീവ് ആർട്ടിക്കൽ ഇൻ നോമിനാറ്റീവ്, അക്യൂസാറ്റീവ് ആൻഡ് ഡാറ്റീവ് കേസസ്. അപ്പം നമുക്കിന്ന് നോമിനാറ്റീവ് കേസ് വെച്ചിട്ട് തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പം നോമിനാറ്റീവ് കേസിലെ പൊസസീവ് ആർട്ടിക്കൽ ഇഹ് വരുമ്പം മൈൻ, മൈനെ, മൈൻ, മൈനെ. മാസ്കുലിൻ ക്യാരക്ടറിനും നോയിട്രൽ ക്യാരക്ടറിനും സെയിം ആണ് പൊസസീവ് ആർട്ടിക്കിൾ. അതുപോലെ തന്നെ ഫെമിനൈൻ ക്യാരക്ടറിനും പ്ലൂറൽ ക്യാരക്ടറിനും. അതേപോലെ തന്നെ ദു വരുമ്പം ദൈൻ, ദൈനെ, ദൈൻ, ദൈനെ. എറ് വരുമ്പം സൈൻ, സൈനെ, സൈൻ, സൈനെ. സി വരുമ്പം ഇയർ, ഇയറെ, ഇയർ, ഇയറെ. എസ് വരുമ്പം സൈൻ, സൈനെ, സൈൻ, സൈനെ. വിയർ, ഉൻസർ, ഉൻസറെ, ഉൻസർ, ഉൻസറെ. ഇയർ, ഒയർ, ഒയറെ, ഒയർ, ഒയറെ. സി ഇയർ, ഇയറെ, ഇയർ, ഇയറെ. സി വരുമ്പം ഇയർ, ഇയറെ, ഇയർ, ഇയറെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നോമിനാറ്റീവ് കേസിലെ പൊസസീവ് ആർട്ടിക്കൽ. ഇനി നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് നോക്കാം. അപ്പൊ ഫസ്റ്റ് എക്സാമ്പിള്, മൈൻ ഹുണ്ട് ഇസ് സേർ ഫ്രോൺലി. മൈ ഡോഗ് ഇസ് വെരി ഫ്രണ്ട്ലി. ഇവിടെ ഹുണ്ടിന്റെ ആർട്ടിക്കിള് ദർ വന്ന കാരണം ഇവിടെ മൈൻ വന്നു. ഇനി നെക്സ്റ്റ്, ദൈനെ ഷ്വെസ്റ്റർ ഇസ് സേർ നെറ്റ്. യുവർ സിസ്റ്റർ ഇസ് വെരി നൈസ്. ഷ്വെസ്റ്ററിന്റെ ആർട്ടിക്കിള് ദി വന്ന കാരണം ഫെമിനിൻ ക്യാരക്ടർ വന്നു, അപ്പോൾ ദൈനെ വന്നു. ഇയറെ ബ്യൂഹർ സിൻ ഔഫ് ദെം ടിഷ്. യുവർ ബുക്സ് ആർ ഓൺ ദി ടേബിൾ. ഇവിടെ ബ്യൂഹറിന്റെ ആർട്ടിക്കിള് ഇത് പ്ലൂറൽ ആയതുകൊണ്ട് ദി വരും, അപ്പൊ ഇവിടെ ഇയറെ വരും. ഈ ഇയറെ നമ്മൾ യൂസ് ചെയ്യണത് ഫോർമൽ യു ആയിട്ടാണ്. ഇയർ ക്ലൈഡ് ഇസ് ഷേൺ. ഇവിടെ ഈ ഇയർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഷീ എന്നുള്ള ഒരു മീനിങ് ആണ്. അപ്പോൾ ഹെർ ഡ്രസ് ഇസ് ഷേൺ. ഡ്രസ് ക്ലൈഡിന്റെ ആർട്ടിക്കിൾ ദാസ് വന്ന കാരണം ഇവിടെ ഇയർ വന്നു. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നോമിനാറ്റീവ് കേസിലെ പൊസസീവ് ആർട്ടിക്കിളിന്റെ എക്സാമ്പിൾസ്. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അക്യൂസാറ്റീവിലെ പൊസസീവ് ആർട്ടിക്കിൾസ് നോക്കാം. നമ്മൾ അക്യൂസാറ്റീവില് നമ്മൾ ബെസിംറ്റർ ആർട്ടിക്കലില് ദർ ദേനായ പോലെ ഇവിടെ മൈൻ, മൈനനാവും. അപ്പൊ ഇഹ് വരുമ്പം മൈനൻ, മൈനെ, മൈൻ, മൈനെ. ദു വരുമ്പം ദൈനൻ, ദൈനെ, ദൈൻ, ദൈനെ. എർ സൈനൻ, സൈനെ, സൈൻ, സൈനെ. സി ഇയറൻ, ഇയറെ, ഇയർ, ഇയറെ. എസ് വരുമ്പം സൈനൻ, സൈനെ, സൈൻ, സൈനെ. വിയർ വരുമ്പം ഉൻസെറൻ, ഉൻസെറെ, ഉൻസെർ, ഉൻസെറെ. ഇയർ വരുമ്പം ഒയറൻ, ഒയറെ, ഒയർ, ഒയറെ. സി വരുമ്പം ഇയറൻ, ഇയറെ, ഇയർ, ഇയറെ. ഇനി ഫോർമൽ സി വരുമ്പം ഇയറൻ, ഇയറെ, ഇയർ, ഇയറെ. ഇനി നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് നോക്കാം. അപ്പൊ ഫസ്റ്റ് എക്സാമ്പിള്, ഇഹ് സേ മൈനൻ ബ്രൂഡർ. ഐ സി മൈ ബ്രദർ. ഇവിടെ ബ്രൂഡർ എന്നുള്ളത് മാസ്കുലിൻ ആയതുകൊണ്ട് ദർ വരും. ബ്രൂഡറിന്റെ ആർട്ടിക്കിൾ എന്താ? ദർ. അപ്പൊ അക്യൂസാറ്റീവ് കേസില് മൈനൻ ആവും. ഇനി എർ ഹറ്റ് ഇയർ ബുഹ്. ഹി ഹാസ് ഹെർ ബുക്ക്. ഇവിടെ ബുഹിന്റെ ആർട്ടിക്കിൾ ദാസ് ആയതുകൊണ്ട് ഇയർ വരും. സി ഹറ്റ് ദൈനെ യാക്കെ. ഷീ ഹാസ് യുവർ ജാക്കറ്റ്. ഇവിടെ യാക്കേന്റെ ആർട്ടിക്കിൾ ദി ആയതുകൊണ്ട് ദൈനെ വരും. വി ആർ ബസൂഹൻ സൈനെ എൽറ്റേൺ. വി വിസിറ്റ് ഹിസ് പേരൻസ്. ഇവിടെ എൽറ്റേണിന്റെ ആർട്ടിക്കിൾ പ്ലൂറൽ ദി ആയതുകൊണ്ട് ഇവിടെ സൈനെ വരും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അക്യൂസാറ്റീവ് പൊസസീവ് ആർട്ടിക്കിള് എക്സാമ്പിൾസ്. ഇനി നമുക്ക് ഡാറ്റീവും കൂടി നോക്കാം. അപ്പൊ നമ്മുടെ ഡാറ്റീവ് കേസിൽ നോമിനാറ്റീവ് അക്യൂസാറ്റീവിനേക്കാളും എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഡാറ്റീവ് കേസ് വരുമ്പം. ഡാറ്റീവിൽ ബെസിംറ്റർ ആർട്ടിക്കിൾ എന്തൊക്കെ വരാ? ദെയിം, ദേർ, ദേം, ദേൻ പ്ലസ് തന്നെ വരാം. അതേപോലെ തന്നെ പൊസസീവ് വരുമ്പം ഇഹ് വരുമ്പം മൈനം, മൈനർ, മൈനം, മൈനൻ പ്ലസ് എൻ. പ്ലൂറാല് വരുമ്പം മൈനൻ ആഡ് ചെയ്തിട്ട് അതിന്റെ കൂടെ നൗണിന്റെ എൻഡിങ്ങില് എൻ ആഡ് ചെയ്യണം. ദു വരുമ്പം ദൈനം, ദൈനർ, ദൈനം, ദൈനൻ പ്ലസ് എൻ. എർ സൈനം, സൈനർ, സൈനം, സൈനൻ പ്ലസ് എൻ. സി ഇയറം, ഇയറർ, ഇയറം, ഇയറൻ പ്ലസ് എൻ. എസ് വരുമ്പം സൈനം, സൈനർ, സൈനം, സൈനൻ പ്ലസ് എൻ. വിയർ വരുമ്പം ഉൻസെറം, ഉൻസെറർ, ഉൻസെറം, ഉൻസെറൻ പ്ലസ് എൻ. ഇയർ വരുമ്പം ഒയറം, ഒയറർ, ഒയറം, ഒയറൻ പ്ലസ് എൻ. സി വരുമ്പം ഇയറം, ഇയറർ, ഇയറം, ഇയറൻ പ്ലസ് എൻ. ഫോർമൽ യു വരുമ്പം ഇയറം, ഇയറർ, ഇയറം, ഇയറൻ പ്ലസ് എൻ. ഇനി നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസും കൂടി നോക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിള്, ഇഹ് ഗേബെ മൈനം ഫ്രോയിൻ ദസ് ബുഹ്. ഐ ഗിവ് മൈ ഫ്രണ്ട് ദി ബുക്ക്. ഇവിടെ ഫ്രോയിഡിന്റെ ആർട്ടിക്കിള്
നമ്മൾ നോർമലി നോക്കുമ്പോൾ ദെർ ആണ്, അപ്പൊ ഡാറ്റീവിൽ എന്താവും ദെം ആവും. അപ്പൊ അവിടെ മൈനം ഫ്രോയിൻഡ് എന്ന് വരും. ഇനി ഹിൽഫ്റ്റ് സൈന ഷ്വെസ്റ്റർ, ഹി ഹെൽപ് ഹിസ് സിസ്റ്റർ. ഇവിടെ ഷ്വെസ്റ്ററിന്റെ ആർട്ടിക്കിള് ദെർ ആവുമ്പം ഇവിടെ സൈനർ വരും. ഹെൽഫ് എന്നുള്ളത് ഒരു ഡാറ്റീവ് വെർബ് ആയതുകൊണ്ട് നമുക്ക് അക്വസാറ്റീവിന്റെ ആവശ്യമില്ല. ഇനി സി ഗിഫ്റ്റ് ഇയറൻ കിൻറ്റേൺ ദി ഗഷെങ്കെ, ഷീ ഗീവ് ഹെർ ചിൽഡ്രൻ ദി ഗിഫ്റ്റ്സ്. ഇവിടെ കിൻറ്റർ എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് ഇയറൻ വരും, പ്ലസ് ഒരു എന്നെ നമ്മൾ അമ്മേൻറ്റയിൽ ആഡ് ചെയ്യും. ഇനി വി ആർ സൈഗൻ ഉൻസരം കിൻഡ് ദസ് ബിൽഡ്, വി ഷോ അവർ ചിൽഡ്രൻ ദി പിക്ചർ. ഇവിടെ കിൻറ്റിന്റെ ആർട്ടിക്കിൾ എന്താ നോയിട്രൽ ആവുമ്പോൾ ദം വരും, അപ്പോൾ ഉൻസരം എന്ന് വരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡാറ്റീവ് കേസിലെ എക്സാമ്പിൾസ്. അപ്പോൾ ഇതേപോലത്തെ മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസായി ഞാൻ ഇനി വരുന്നതാണ്. അതുവരെ ചൂസ്.